ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരം വെളുത്തതേ ഉള്ളൂ കേട്ടോ. നേരം വെളുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അല്ലാതെ ശരിക്കിപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പല്ല് തേച്ചിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പം 2-3 ദിവസമായിട്ട് എല്ലാ ദിവസം വ്ളോഗ് ഇടുന്നുണ്ടല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. കാരണം മാർച്ച് മാസമാണെങ്കിൽ ആകെ ഞാൻ ഇട്ടാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞൊരു 3-4 വീഡിയോ കൂടുതലൊന്നും ഞാൻ മാർച്ചിൽ ഇട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഭയങ്കര മടിയായിരുന്നു വീഡിയോ എടുക്കാനും ഒക്കെ ആയിരുന്നു. എന്തായാലും ഏപ്രിൽ അങ്ങനെ ആവരുത്, കറക്റ്റ് തന്നെ പറ്റുമെങ്കിൽ എല്ലാ ദിവസം തന്നെ വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. നോക്കാൻ നടക്കുമത്. എന്തായാലും ഇന്നിപ്പം 3-ാമത്തെ ദിവസമായി. ഇന്നിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻഡിങ് എന്താവുമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ വേഗം പോയിട്ട് പല്ല് തേച്ചിട്ട് വരാം കേട്ടോ. താറാവിന് തീറ്റ കൊടുക്കട്ടെ. അവിടെ എന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതുണ്ടോ, കാണാവോ? ദേ എന്നാടി. അപ്പം അതിൻ്റെ കൂടത്തിലുണ്ടായിരുന്ന മറ്റേ താറാവിനെ വണ്ടി ഇടിച്ചു, നേരത്തെ അത് മരിച്ചുപോയി. പാവം. ഇത് മാത്രമേ ഉള്ളൂ. താറാവിൻ്റെ തവിട് തീർന്നു പോയി. അതുകൊണ്ട് ഇപ്പം അരിയാണ് കൊടുക്കുന്നത്. പക്ഷെ അവൾക്ക് അരിയോട് അങ്ങനെ വലിയ ഇഷ്ടമില്ല. അവൾക്ക് തവിടാണ് ഇഷ്ടം. ഇനിയിപ്പം വാങ്ങാൻ പോകണം. തിന്നോ വെള്ളം മാറ്റിത്തരാം. ബാ, നീന്തിക്കോ. ഞാൻ വേഗം പുറത്തോട്ട് പാലെടുത്തിട്ട് വരട്ടെ. പാലെടുത്തിട്ട് വന്നിട്ട് വേണം. ആകെ ജോഷം മാത്രമേ എണീറ്റ്, ജുവാൻ എണീറ്റില്ല. അപ്പോൾ അവന് ചായ കൊടുക്കണം, എനിക്ക് ചായ കുടിക്കണം. ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ആക്കണം. പോയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പുട്ടും നമ്മൾ ഈ മുട്ട തോരൻ വെക്കുന്ന പോലെ ആക്കൂല, അങ്ങനെ ആക്കിയിട്ട് അത് ആ പുട്ട് പൊടിക്കകത്തിട്ട് മിക്സാക്കി നല്ലോണം മിക്സാക്കിയിട്ട് സാധാ പോലെ തേങ്ങയൊക്കെ ആവിയിൽ പുഴുങ്ങിയെടുത്ത നല്ല അടിപൊളി പുട്ടാട്ടോ. നമുക്ക് പ്രത്യേകിച്ച് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പം അങ്ങനെ പുട്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പിള്ളേർക്കൊക്കെ അത് നല്ല ഇഷ്ടം. ഇവർക്ക് ആക്കുമ്പം കുറച്ച് മസാലയൊക്കെ കുറച്ച് ഒത്തിരി എരിവില്ലാതെ പച്ചമുളകൊന്നും ഇടാതെ അങ്ങ് ആക്കിയാൽ അവർ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ. നമ്മളേക്കും കറിയില്ലാതെ എങ്ങനെയാണ് അത് കൂട്ടി കഴിക്കുന്നതെന്നൊക്കെ ഓർക്കും. ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട്. നമുക്ക് കറി ചായ മാത്രം കുടിച്ചാൽ മതി. ഒരു കറിയുടെ ആവശ്യമില്ല, മുട്ടയുടെ അത് മാത്രം മതി. ഞാൻ പണ്ടത് ഇവിടെയോ ആ റെസിപ്പി കണ്ടതാണ്. കുറേ നേരം 3-4-5 വർഷമായിട്ട് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. കാരണം എനിക്കത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിള്ളേർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. മുട്ട കഴിക്കുന്നവരായിരിക്കണം കേട്ടോ. അല്ലാത്തവർക്കിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലാത്തവരോട്. അപ്പോൾ ചായ തിളക്കട്ടെ. ഒന്നിച്ച് എല്ലാവർക്കും കൂടി അങ്ങ് കിട്ടും. ഒറ്റ തിളപ്പ് മതിയല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്ക് ഇടണ്ടേ. ഇതിപ്പോൾ എടുത്ത് അരിപ്പയ്ക്കകത്ത് അരിച്ചങ്ങ് വെച്ചാൽ
അടച്ചും കൂടി അങ്ങ് വെച്ചാൽ പിന്നെ അവിടെ ഇരുന്നോളൂ, അങ്ങനെ ചൂടൊന്നും പോകത്തില്ല. പിള്ളേർക്ക് വലിയ ചൂടിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം മുട്ട നമുക്ക് ഫസ്റ്റ് തോരൻ പോലെ ആക്കാം കേട്ടോ. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു കുറച്ച് കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നപ്പോൾ നമുക്ക് ഇതുണ്ടോ, ഒരു സവോളയും ചെറുതായിട്ട് അരിഞ്ഞ സവോളയും പച്ചമുളകും. വേണമെങ്കിൽ നമുക്ക് തക്കാളി വേണമെങ്കിൽ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം തക്കാളി ഇടുന്നില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വഴണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്തിട്ടുള്ളൂ. മസാലപ്പൊടിയും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷമേ നല്ല ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം നമ്മളിങ്ങനെ നല്ല ചിക്കി അങ്ങ് എടുക്കും. അത്രയേ ഉള്ളൂ. ഈസിയല്ലേ. നമ്മൾ കടലക്കറിയോ അല്ലെങ്കിൽ വേറെ കറിയൊക്കെ വെക്കാൻ പോകുന്നതിലും ഈസിയാണ് നമുക്ക് ഇത് വേണമെങ്കിൽ പുട്ടിനൊടുത്ത് ഫുള്ളായിട്ടിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തേങ്ങ വെക്കുന്ന പോലെ ഫസ്റ്റ് ഇതിടുക, പിന്നെ പുട്ടിടുക, അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇതിൻ്റെ മിക്സ് ഇടുക, പിന്നെ പുട്ടിടുക, ഇനി മിക്സ് ഇടുക. അങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫുള്ള് മിക്സ് ചെയ്തിട്ട് തന്നെ ആക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് വിട്ടിരുന്നാവട്ടെ. അപ്പോൾ നമുക്ക് പുട്ടിന് വെള്ളം ഒഴിച്ച് നനച്ച് വെക്കാം. ഞാൻ നമ്മുടെ ടേസ്റ്റി നിബിൾസ്, അതിൻ്റെ വൈറ്റ് പുട്ടുപൊടി കേട്ടോ. ഇവരുടെ പുട്ടുപൊടി ഞാൻ ആദ്യമായിട്ടോ ഉപയോഗിക്കുന്നത്. നല്ല പുട്ടുപൊടിയായിരുന്നു. ഞാൻ അന്ന് പേര് നോക്കിയില്ല. ഇവരുടെ അടുത്തുനിന്ന് മറ്റേ കുക്കഡായിട്ടുള്ള കറി സാധനം അതൊക്കെ കിട്ടുമല്ലോ. മീൻസ് എല്ലാ കറികളും, മീൻ കറി, ചിക്കൻ കറി, അങ്ങനത്തെ എല്ലാം കിട്ടും. ഇവരുടെ ആ സൈറ്റിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ കേട്ടോ. ഇവരുടെ അടുത്ത് ഞാൻ പണ്ട് ചക്കവരട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ചക്കവരട്ടിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയൊന്നും ഞാൻ വാങ്ങിയാൽ നോക്കിയിട്ടില്ല. പക്ഷെ ഓരോരുത്തരൊക്കെ നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ കിട്ടണം നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് തന്നെ പുട്ടുപൊടി കേട്ടോ. പുട്ടുപൊടി കുറച്ച് മതി. ഇതെൻ്റെ അരി അളക്കുന്ന ഗ്ലാസ്സാണ്. ഈ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് ഇത്ര എടുത്തിട്ടുള്ളത് മതി. ഇടുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഈ പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഓക്കെ, നമ്മൾ ഓൾറെഡി മറ്റേതിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വഴറ്റുന്നതിൻ്റെ അകത്ത്. ഒന്ന് മിക്സാക്കാം. പല്ലെടുത്തോട്ടെ. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. ഇങ്ങനത്തെ പൊടിയൊക്കെ ആകുമ്പം എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചരി പുട്ടൊക്കെ നനയ്ക്കുന്ന ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചോണ്ടിരിക്കുകയൊന്നും വേണ്ട. കുറച്ച് വെള്ളം അങ്ങ് ഒഴിക്കുക. ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്ന് വിചാരിച്ചാൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇച്ചിരി സമയം മാറ്റി വെച്ചാൽ ആ വെള്ളമൊക്കെ അങ്ങ് അബ്സോർവ് ചെയ്ത് നമുക്ക് പാകത്തിന് കിട്ടിക്കോളും കേട്ടോ. അതാണ് ഇങ്ങനത്തെ ഈ പുട്ടുപൊടിയുടെ ഗുണം. ഇച്ചിരി കൂടി വെച്ചേക്കാം ഇച്ചിരി. ഓക്കെ, ഇനിയിപ്പം ഈ വെള്ളമെല്ലാം ഇവിടെ ഇരുന്നിട്ട് ഈ പുട്ടുപൊടി അതെല്ലാം കുടിച്ച് നല്ല സെറ്റായി വരും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മിക്സാക്കി എടുത്താൽ സെറ്റ്. ഇനി ഞാൻ 3 മുട്ട എടുക്കുന്നുണ്ട്. 3 മുട്ടയിൽ നല്ലോണം ശകലം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ശകലം ഉപ്പിടാം. ഉപ്പിട്ടിട്ട് മുട്ടയ്ക്ക് ആവശ്യത്തിന് മാത്രം. നമ്മൾ ബാക്കി പുട്ടിനുള്ള ഉപ്പും സവോളയ്ക്കുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് താഴെ പോട്ടെ സ്ഥലം. അപ്പോഴേക്ക് നമ്മുടെ സവോളയൊക്കെ ഏകദേശം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഞാൻ ആകെ ഇടുന്ന ഒരു ശകലം ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഇതിലേതെങ്കിലും ഇടും കേട്ടോ. ഇപ്പം ഞാൻ ഇടുന്നത് മീറ്റ് മസാല ഇടുന്നത്. ചിക്കൻ മസാല ഏത് പാത്രത്തിൽ തപ്പാൻ പോകണം.
അപ്പോൾ വേഗം കിട്ടി ഇതായിട്ട് തിരുത്തുന്നു. ഇല്ലെങ്കിൽ സാധാരണ വേണമെങ്കിൽ മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇടാം, പക്ഷെ ഞാനതൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒരു മസാലയുടെ ഒരു കുത്തലും മതി, ഒത്തിരി ഒന്നും വേണ്ടല്ലോ. മുട്ടയ്ക്കും കൂടി ആവശ്യത്തിനുള്ളത് ഇടുക. ഇത് മതി. ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിള്ളേരും കൂടി കഴിക്കുന്നതല്ല, അപ്പം ഒത്തിരി എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഈ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറുന്നോടം വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ, അതും കൂടി ഇങ്ങോട്ടങ്ങ് ഒഴിച്ച് കൊടുത്താൽ സെറ്റ്. നല്ലോണം ഒന്ന് ചിക്കി അങ്ങ് എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടിയൊക്കെ അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സാക്കി ഇത് തണുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇത്ര ഈസി അല്ലേ കാര്യങ്ങൾ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ. മുട്ട എല്ലാം സെറ്റായി കേട്ടോ. ഫോണേ ചൂടായിട്ട് തന്നെ ഓഫായിപ്പോയി, പിന്നെ അതൊന്നും ബാക്കിയൊന്നും പിടിക്കാൻ പറ്റിയില്ല. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. സവോള വഴറ്റിയതിലേക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞപ്പം ബീറ്റ് ചെയ്ത് വെച്ചിട്ട് എഗ്ഗും കൂടി ഇട്ടൊന്ന് ചിക്കി പൊരിച്ചെടുത്തു. നമ്മുടെ സാധാ മുട്ടത്തോരൻ. എന്നാ മോനെക്കാളും ഭയങ്കര ഉറക്കമാണോ ജുവാന്? ആ, ജുവാൻ ഇതുവരെ എണീറ്റില്ല. അപ്പം പറയാം ജുവാൻ എന്നെക്കാളും ഉറക്കമാണ്. ജുവാൻ ഇന്നലെ ഉറങ്ങിയപ്പം കുറച്ച് താമസിച്ചു. ഇനിയിപ്പം കണ്ടോ ഓൾറെഡി നമ്മൾ ഇത് സെറ്റ് പൊടി ഇത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടോ, നല്ല കറക്റ്റ് പാകമായില്ലേ. ഇനി ഇതിലേക്ക് അതൊന്ന് തണുത്ത് കഴിയുമ്പം ഇട്ടാക്കിയാൽ സെറ്റ്. അപ്പം ആ ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് ഇച്ചിരി ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ ഈ മുട്ട മിക്സ് നമ്മുടെ പുട്ടുപൊടിക്കകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. സിമ്പിൾ പരിപാടി. ഇത്ര ഈസി അല്ലേ. എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പുട്ടുകുറ്റിക്കകത്തല്ല ആക്കുന്നത്. പുട്ടുകുറ്റിക്കകത്താണെങ്കിൽ അതിനകത്ത് ആക്കി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എളുപ്പത്തിന് ഈ സ്റ്റീമർ വെച്ചിട്ട് അതിനകത്തോട്ടോ വെക്കുന്നത്. അപ്പം വേഗമാവുമല്ലോ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയുടെ ഇതെല്ലായിടത്തും എത്തണ്ടേ മിക്സ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തിട്ട് ആവി കയറ്റി എടുക്കുക. അത്രയേ ഉള്ളൂ പണി. അപ്പം ഞാനങ്ങനെ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. എല്ലാം സ്റ്റീമറിലോട്ടാക്കിയിട്ടുണ്ട്, അടച്ചു വെച്ചു. ഓക്കെ, പിന്നെ ഒരു ആവി നമുക്കറിയാലോ ആവി പോകുന്ന ആ സമയം അപ്പോഴേക്കും സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഫ്ലെയിം ഒന്ന് കൂട്ടി തന്നെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി കഴിക്കുമ്പോൾ കാണിച്ചു തരാവേ. അപ്പം ഞാൻ രാവിലത്തെ ചായ കുടിക്കട്ടെ. ഒരാളെ രാവിലെ എണീറ്റ് വന്നതേ തുടങ്ങി റീൽസ് കാണാൻ. കണ്ട റീൽസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുവേ. ഒരെണ്ണം തന്നെ എത്ര വട്ടം കാണുമെന്ന് അറിയോ? കാണിച്ചു തരാം. എന്താ കുറച്ച് അവൻ ഓഫാക്കിക്കും കേട്ടോ. പക്ഷെ ഓഫാക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ ഓടിപ്പോയിട്ട് ഓഫാക്കും. പിന്നെ മടിയൊന്നുമില്ല കേട്ടോ. ജോഷി ടി വി മതി കണ്ടത് ഓഫാക്കെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ഓഫാക്കും. അത് ജുവാനാണെങ്കിൽ അങ്ങനെ തന്നെ. ഇല്ല ഇച്ചിരി കൂടി കാണട്ടെ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. മിടുക്കന്മാരാ. അവനെ നോക്കും. അവരെ ഞാൻ പൊക്കി പറഞ്ഞോല്ല കേട്ടോ. അവനോട് ഓഫാക്കാൻ പറഞ്ഞാൽ പണ്ടൊന്നും അങ്ങനെ ഓഫാക്കൂലായിരുന്നു. ഇപ്പോൾ ഓഫാക്കും അവനെന്ന് പറയുമ്പോൾ വേഗം ഓടിപ്പോയിട്ട് ഓഫാക്കിയിട്ട് പിന്നെ പുള്ളി വേറെ എന്തെങ്കിലും പരിപാടിക്ക് അങ്ങ് പോയിക്കോളും. അപ്പോൾ ചായ കുടിക്കട്ടെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞുമക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. ഓടി ചാട്ടമൊക്കെ നോക്ക്. പാത്രമൊക്കെ എന്താ നിങ്ങളുടെ? ഈ പിള്ളേർ എൻ്റെ പാത്രം എല്ലാം എടുത്ത് കളയൂന്ന്. കഴിച്ചോട്ടോ. ഇത് മേത്ത വീണ പച്ചക്കുഞ്ഞിക്കോടെ തൊണ്ടയ്യോ തിരക്കായി കഴിക്കാൻ വേണ്ടി പാവങ്ങൾ. ഞാൻ വൈകുന്നേരം കുറച്ച് നേരം തുറന്നു വിടും. പുറത്ത് വിടത്തില്ല, പൂച്ച കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കും. ഇപ്പം നിങ്ങളെ ഓടി തന്നെ അപ്പിയിടുന്നു. പിന്നെ എനിക്ക് അടുത്ത ജോലി നിങ്ങളെ കൂട്ടി കയറ്റിയിട്ട് അത് തുടക്കല. ഇത്തിരി സമയം അയച്ചു വിടുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളല്ലേ പാവം. എന്താ ഈ ചേകഞ്ഞൊക്കെ തിന്നുക. അവർ ചേകഞ്ഞ കടലാസൊക്കെ അങ്ങനെ ആക്കിയത്. കുറേ പൂച്ചയുണ്ട്. ഈ ഇതിലേക്കൂടെ തന്നെ നടക്കുന്ന പൂച്ചകളാണ്. അവർ വന്നിട്ട് പിടിച്ചിട്ട് പോകും. നമുക്ക് തിന്നാൻ ഞാൻ കൊടുക്കും, മര്യാദയ്ക്ക് തിന്നാൻ കൊടുക്കുന്നതാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ പൂച്ചേനെ പിടിച്ചിട്ടുമല്ല നമ്മുടെ കോഴിനെ പിടിച്ചിട്ട് പോകാൻ പാടുണ്ടോ? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. തിന്നുക.
റോസുണ്ട്, പച്ച മഞ്ഞയുണ്ട്. അവരുടെ ഇതുണ്ടോ, അവർക്ക് ഇവിടെ വന്ന പിന്നെയാണ് മറ്റേ ഇത് ചിറകൊക്കെ വന്നത്. അപ്പോൾ ആ ചിറകിൻ്റെ കളർ കണ്ടോ, അത് പുതിയതായിട്ട് ഉണ്ടായി വന്ന തൂവലെല്ലാം വെള്ളയായി. പിടിച്ച് നോക്കട്ടെ വരുമെന്ന്. ഇത് മാത്രം ഒരു കുഞ്ഞാട്ടോ, നാനിത്തി കുഞ്ഞാനേ, നാണിട്ടറ കുണ്ണണേ കുഞ്ഞിക്കുട്ടൻ അമ്മനെ. ഇത് മാത്രം ഇച്ചിരി കുഞ്ഞ, ബാക്കിയൊക്കെ എന്താ പറയുക പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ഉണ്ടായ കുഞ്ഞായിരിക്കും. ഓക്കെ, നമ്മുടെ മുട്ടപ്പുട്ടും സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റാട്ടോ. ഞാൻ കഴിക്കുമ്പം കാണിച്ചു തരാവേ. ഇപ്പം ഞാൻ വേഗം ജോഷ്മോന് കൊടുക്കട്ടെ, ജുവാൻകൂട്ടിന് എണീറ്റിട്ടില്ല. പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ചോളം ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കഴിച്ചോണ്ട് ടി വി ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് സാധനങ്ങൾ. ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങ് ഒറ്റ വീസിലേട്ടോ, അടിപൊളിയായിട്ട് ചോള സെറ്റായിക്കോളും. അയ്യോ, നിലത്ത് വീണത് എടുത്തു വെച്ചൊന്നും മേടിക്കണ്ട, വൃത്തിയുള്ള നിലവാ. കാണാവോ? കാണാൻ. ഓക്കെ, അമ്മർക്കൊക്കെ കൊടുക്കട്ടെ. അവരുടെ എക്സ്പ്രഷൻ കണ്ടത് കൊടുക്കുമ്പോൾ. മക്കളെ ഒരു കുശുമ്പൻ്റെ പണി കണ്ടോ, കോഴിക്കുഞ്ഞിനെല്ലാം പറക്കി അവിടെ ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞ അപ്പം ഇടുന്ന പറഞ്ഞപ്പോൾ അവരോട് പറയാ, ഇടട്ടെ അമ്മ അങ്ങ് തൂത്ത് കളഞ്ഞാൽ മതിയെന്ന്. എങ്ങോട്ടാ പോകുന്നേ? പറക്കുക. എന്നെ മഴ നീ അതിനകത്ത് കയറില്ല, അതിനകത്ത് അപ്പിയുണ്ട് കോഴിയുടെ. ഓടുവാണ്ടോ, ഓട്ടം നോക്ക്. അതെ വെറുതെ പോന്നു. ഒയ്യോ, പറക്കുന്ന നോക്കവനെ. സ്റ്റെയർ കയറി പോവാണോ? ഇനിയിപ്പോ ഇവനതിനെ ദ്രോഹിക്കുന്ന. ജുവാനെ ദ്രോഹിക്കല്ലേ കേട്ടോ. വിളിച്ചാ വരുമോ നോക്കട്ടെ. ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ, കാണിച്ചു തരാം. ജോഷു, ടി വിയുടെ ഒച്ച ഉറക്കെ. അവരുടെ ഫ്രാങ്കളിലും വെച്ചോണ്ടിരിക്കും അവര്. ഓപ്പണാക്കാം. ഞാൻ ഓപ്പണിങ് വീഡിയോയായി നിങ്ങളെ കാണിച്ചു തരാം. ഇത് വലിയ വിലയുടെ ഒന്നുമില്ല കേട്ടോ, 220 രൂപ. ഏതായാലും 300-നുള്ളില്ല. 300-നുള്ളില്ല. രസമുണ്ട് കേട്ടോ. ഇത്രയും പൈസയല്ലേ ആയുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങും. പൈസയ്ക്ക് നല്ലതാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. കോഴിക്കുഞ്ഞിനുള്ളിലിട്. ഉള്ളു കാണിക്കാം. ഉള്ളു കാണാമോ? അത്ര എടുത്തൂടല്ലേ. അതായത് ഇവിടെയും പൂവുണ്ട്, ഇവിടെ എംബ്രോയ്ഡറി ഉണ്ട്, അടിവശത്ത് എംബ്രോയ്ഡറി ഉണ്ട്. 249 അങ്ങനെ എത്ര ആയതാ കേട്ടോ. നല്ല അടിപൊളി, ഒന്നും പറയാനില്ല. അത്രയും പൈസ ഇല്ല അയ്യോട്. 200-ക്ക് ഇപ്പം എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇക്കൂട്ട് നല്ലതൊക്കെ ഡ്രസ്സ്, ഇത്രയും നല്ല എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടണമെങ്കിൽ ഞാനൊരു വാട്സപ്പിൽ ലിങ്ക് താഴെ കൊടുക്കാം. എൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പായിട്ട് അതിനകത്ത് ജോയിൻ ചെയ്ത കമ്മ്യൂണിറ്റിയിൽ ഇക്കൂട്ട് നല്ല നല്ല ഡ്രസ്സൊക്കെ വരും കേട്ടോ. നല്ല ഭംഗി, ഒന്നും പറയില്ല കേട്ടോ. ഞാൻ ഇട്ട് കാണിക്കാം. ഞാൻ എൻ്റെ കൊറിയർ വന്നിട്ടത് വാങ്ങാൻ വേണ്ടി വന്നതാണേ. നോക്കൂതുണ്ട് ഈ ചെടിക്കകത്തൊരു മുട്ട. ഇത് താറാവിട്ട മുട്ടയായിരിക്കുമോ എന്തോ, കൊത്തി കുടിച്ചു ദുഷ്ടന്മാർ. ഇതുണ്ടോ, ഇതിനകത്ത് നിന്ന് കിട്ടിയ. അയ്യോ, താറാവിട്ടതാണാവോ. എന്തായാലും മുഴുത്ത മുട്ടയായിരുന്നു. ഉണ്ടോ? അപ്പോൾ
ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ കമ്മൽ ഓർഡർ ചെയ്ത് നോക്കാം. എന്നാലും എനിക്ക് സങ്കടമായി കേട്ടോ. താറാവിൻ്റെ മുട്ട ഞാൻ തിന്നാനെല്ലാം കൊടുത്ത് സുന്ദരനായിട്ട് വളർത്തിൻ്റെ താറാവിൻ്റെ മുട്ടയെ കാക്കച്ചി എടുത്തിട്ട് പോയി. കാക്കയ്ക്ക് എന്നിട്ട് അതെടുത്ത് പൊങ്ങിയില്ലാന്ന് തോന്നുന്നു. അതായിരിക്കും അതിനകത്ത് ചെടിക്കകത്ത് വെച്ച് കൊത്തി കുടിച്ചിട്ട് പോയതാന്ന് തോന്നുന്നു. നല്ല വലിയ മുട്ട. ആ താറാവ് ഇന്നെല്ലാം പുറത്തുനിന്ന് കുറച്ച് സമയം കരഞ്ഞതിന് അത് താറാവ് ഇങ്ങനെ നടക്കുന്ന വഴിക്ക് മുട്ട ഇടുമെന്നല്ല പറഞ്ഞേ. അവൾക്ക് ഞാൻ നല്ല അടിപൊളി തവിടും എന്താ പറയണ്ടേ നീന്താൻ വെള്ളവും എല്ലാം കൊടുത്തിട്ട് അവൾ മുട്ട കാക്കയ്ക്ക് കൊടുത്തു. ഓ ആ അമ്മ വരുവാ. ഒരെണ്ണം ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനത്തെ ഫാൻസി കമ്മലുകൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ബബിൾ റാപ്പിലൊക്കെ പോയി നല്ല അടിപൊളി പാക്കിങ് ഒക്കെ ഇതൊന്നും പറയാനില്ല. ഈ സ്വഭാവമുണ്ട് എല്ലാവർക്കും പൊട്ടിക്കുന്നത്. എനിക്കിഷ്ടം കേട്ടോ. ഞാൻ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പിഴിയും വേറെ ആരെങ്കിലും തട്ടിപ്പറിക്കാൻ വന്നാൽ. ജുവാൻകുട്ടാ തുമ്പി അല്ല കമ്മൽ കൊള്ളാം കാണാവോ നോക്കട്ടെ. ഇത് എവിടെയാണോ തുറക്കുന്നത്? ഓക്കെ തുറക്കട്ടെ. കല്ലൊക്കെ ഇത് കുറച്ച് വലിയതാണോ? കാര്യം ഇട്ട് നോക്കാം. ഇതിങ്ങനെ വരുന്നത് സൈഡിലാണ്. ഓക്കെ കുഴപ്പമില്ല അല്ലേ? രസമുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ തൂങ്ങിക്കിടക്കുന്ന കമ്മലൊക്കെ ഇടാൻ. പക്ഷെ എനിക്കെന്തോ അത് ചേർത്തില്ല എന്നൊരു ചിന്താഗതിയാണ് എനിക്ക്. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഇതായിരിക്കും അല്ലേ? അതെപ്പോഴും എനിക്ക് തൂങ്ങി കിടക്കുന്നൊന്നും ചേരില്ല, ഇങ്ങനത്തെ ചേരില്ല, അങ്ങനത്തെയൊക്കെ എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇടൂല. ഇട്ടിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ അവരെല്ലാം പറയും ചെയ്തു നിനക്കും ഒന്നും ചേരുന്നില്ല എന്ന് പറയാം. അപ്പം പിന്നെ എൻ്റെ ആ എല്ലാ കോൺഫിഡൻസും പോകും. ചിലപ്പോൾ ഇത് ചേരാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞു തരത്തില്ല. ഇനി എന്തായാലും ചേരുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇട്ടാക്കാം അല്ലേ? ഫ്ലിപ്കാർട്ടിൽ 144 രൂപ കേട്ടോ. കമ്മല് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഫ്ലിപ്കാർട്ടിൽ കയറി വാങ്ങിക്കോളൂ. കമ്മലിനെ സൂം ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് വാങ്ങിക്കോ. പൊട്ടിക്കാം. എന്നാ ചൂടാന്നറിയാം പുറത്ത്. വെയിൽ എന്ന് പറഞ്ഞാൽ മുറ്റത്തൊന്നും കാല് കുത്തത്തില്ല. ആ താറാവിൻ്റെ മുട്ട അവിടെ കിടന്ന് എന്താ പറഞ്ഞാൽ കാക്ക എടുത്തില്ലെങ്കിൽ അതിപ്പം മുട്ട പുഴുങ്ങി കിട്ടിയേനെ. അത്രയ്ക്കും ചൂടാണ്. അത്രയ്ക്കും ചൂടെന്ന് അത്രയ്ക്ക് ദിവസം പരീക്ഷിച്ച് നോക്കണമായിരുന്നു. മറ്റേ എല്ലാവരും പരിപാടിക്ക് നോക്കത്തില്ലായിരുന്നു പാനിൻ്റെ അകത്ത് മുട്ട പൊട്ടിച്ചിട്ട് വെയിലെടുത്താവുമെന്ന്. ഇവിടെ എന്തായാലും ആവും തോന്നുന്നു. അത്രയ്ക്കും ചൂട്. കാരണം ഇൻ്റർലോക്കിൻ്റെ ചൂടിങ്ങനെ ഭയങ്കര മേളിൽ നിന്ന് കിട്ടുന്ന ചൂടല്ല, അടിയിൽ നിന്നും കൂടി നല്ല ചൂട് കിട്ടും ഇൻ്റർലോക്കിൻ്റെ ചൂട്. കാലിങ്ങനെ പൊള്ളിപ്പോയി. നമ്മൾ ഒന്ന് കുത്തിയിട്ട് പൊക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ സമയത്തേക്ക് കാലിനൊരു പുകച്ചില്ല. അത്രയ്ക്കും ചൂടാണ്. പുറം കാണിക്കാം. ഇന്നലെ കുറച്ച് കൊഴുവ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഒന്ന് പൊരിച്ചിട്ട് കഞ്ഞി ഇതും കൂടി ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. വേറെ കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ. കൊഴുവേ കഞ്ഞി. ഞാൻ പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പിള്ളേരെന്തായാലും പച്ചക്കറി തോരൻ എന്ന് വെച്ചാൽ അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല പച്ചക്കറി. പിന്നെ കഞ്ഞിയും ഇതും ആക്കാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റില്ലേ. ഇതിന് എണ്ണയ്ക്കകത്തിട്ടങ്ങ് പൊരിച്ചെടുത്താൽ ടേസ്റ്റ് കാര്യമായിട്ടൊന്നും ഇടുന്നില്ല. ഉപ്പും കറിവേപ്പില ഇട്ടു, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത്ര എരിവൊന്നും വേണ്ട. പിന്നെ എരിവൊന്നുമില്ല. കാശ്മീരി മുളക് പൊടി. പിന്നെ എവിടെ എരിവുള്ള. പിന്നെ ഞാൻ എപ്പം മീൻ പൊരിച്ചാലും എല്ലാം മീൻ പൊരിച്ചതിനകത്ത് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിടും കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കട്ടെ. എന്നിട്ട് ഇതൊന്ന് പിടിക്കട്ടെ ഇതിൽ. എന്നിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തങ്ങ് വറുത്ത് കൊടുക്കാം. എണ്ണയ്ക്കകത്തിട്ടങ്ങ് പൊരിച്ചെടുക്കുവാണെങ്കിൽ പൊടിഞ്ഞ് പോവാതെ കിട്ടും. നമ്മൾ ഓരോന്നോരോന്ന് വറുത്ത് വെച്ചിട്ടാക്കി പൊടിഞ്ഞ് പോകുമൊന്നുമില്ല. മെനക്കേടാൻ മാത്രം വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് എണ്ണയ്ക്കകത്ത് കുഞ്ഞ് ചട്ടിക്കകത്ത് നോക്കാം. എൻ്റെ പാലപ്പച്ചട്ടിക്കകത്തൊക്കെ പാലപ്പം ആകാത്തതിന് കാരണം എന്താ? ഞാൻ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ മീൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ അതിനകത്തിട്ട് വറക്കും.
അതുകൊണ്ടാണ് പാലപ്പം ആക്കുമ്പോൾ ആവാത്തത്. ഇന്നിപ്പോൾ ആ ചട്ടിക്കകത്ത് തന്നെ ആക്കുന്നത്. അതിനകത്താണെങ്കിൽ കുറച്ച് എണ്ണയും മതി. കുഴിഞ്ഞ കുഞ്ഞി ചട്ടിയല്ലേ, ഞങ്ങളൊരു കുഞ്ഞി ചട്ടി എനിക്ക് വാങ്ങണം പപ്പടം ആക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ. ഓക്കെ സെറ്റ്. ചുണ്ടി എന്നാലും നമ്മുടെ താറാവിൻ്റെ മുട്ട കാക്ക കൊണ്ടുപോയില്ലേ? മറ്റേ താറാവ് നിന്നോട് കഥ പറയാനല്ലോ പറഞ്ഞു. നമ്മുടെ താറാവിന്റെ മുട്ട കാക്ക കൊണ്ടുപോയി നമ്മൾ എന്നെ ചെയ്യും? ഒരു പൂച്ച പിടിച്ചിട്ട് പാവം. മറ്റേ കോഴിക്കുഞ്ഞിനെ എടുത്തിട്ട് വാ. വേണ്ട, തുറന്നു വിട്ടിന് പൂച്ച പിടിക്കുവോ നോക്കണം. തുറന്നു വിട്ടിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് വാ. തുറന്നു വിടല്ലേ? അതിനെ കാർബോർഡോട് കൂടി എടുത്തിട്ട് വരണം മോനെ. കോഴിക്കുഞ്ഞിനെ തുറന്നു വിട്ടാക്കാം. അന്ന് ഇങ്ങനെ തുറന്നു വിട്ടിട്ടാ പൂച്ച പിടിച്ചിട്ട്. ഇന്നിപ്പോ നോക്കാം ശരിക്കും. ഇങ്ങോട്ട് വാ, അമ്മ വിടാം. തുറന്നു വിടുമ്പോൾ അവരുടെ സന്തോഷം കണ്ടോ? നിങ്ങൾ കോഴിക്കുഞ്ഞിനെ ശരിക്കും ശ്രദ്ധിക്കണം. 1 2 3. നിങ്ങൾ നോക്കണം. എന്റെ മുറ്റത്ത് കൂടെ കളിച്ചോ. കണ്ടോ അവർക്ക്? എടി നിങ്ങളുടെ സ്ഥാനം മുറ്റത്താ. നിങ്ങളെ വീടിനുള്ളിൽ ഇരുത്തിയത് പോരാ, അവർക്ക് മുറ്റത്തിറങ്ങണ്ട. മുറ്റത്തിറങ്ങ പറക്ക്. ഓടിക്കല്ലോ അതിനകത്ത്, മെല്ലെ ഇറങ്ങിക്കോളൂ അവരെ. ഇവിടെ വരുമ്പോൾ എന്തേലും ഉണ്ടായിരുന്നേ. മിടുക്കരായി. എന്താ ചിറകൊക്കെ വന്നു ജോഡി. എന്റെ ചോച്ചുമോനെ കൊത്തല്ലേ? ഇല്ലേ? കണ്ടോ കൈ കഴുകാൻ പോയി ഉള്ളി. അയ്യോടാ, കൈ കഴുകാൻ കോഴി കൊത്തിയിട്ട് അവൻ്റെ കയ്യിൽ അഴുക്ക് കോഴിയുടെ വയറ്റിൽ പോയി ചത്താളെന്ന് പറഞ്ഞിട്ട് ജോഷിക്കുട്ടൻ കൈ കഴുകാൻ പോയി. ഇനി പൂച്ച ഈ ബാക്കി 5 കുഞ്ഞുങ്ങൾ വാങ്ങിയതിൽ 4 എണ്ണത്തിനെയും കളർ മുക്കി, 1 മാത്രം കളർ മുക്കിയില്ല. ആ കളർ മുക്കാത്തതിനെ പൂച്ച പിടിച്ചിട്ട് പോയെ. അപ്പം ഈ കളറുള്ളതിനെ കാണുമ്പോൾ പൂച്ചയ്ക്ക് പേടിയാണാവോ? അതിൽ റോസിനെ കണ്ടോ? റോസ് മാത്രം കുഞ്ഞത് വലുതാവുന്നുള്ളൂ. ഇങ്ങോട്ട് ഓടിച്ചു വിടും. ഇങ്ങോട്ട് ഓടിക്കും മോനെ, അങ്ങോട്ട് വിടണ്ട. ഇങ്ങോട്ട് ഓടിക്ക്. ഡിങ്കി ഏതെന്നറിയാം. ഇങ്ങോട്ട് ഓടി. താറാവ് കോഴിക്കുഞ്ഞിനെ കണ്ടിട്ട് താറാവിനെ അതിശയത്. അയ്യോ കുഞ്ഞുങ്ങൾ പേടിച്ചു പോയി. ഇതെന്ത് ജീവിന്നായിരിക്കും താറാവിനെ കണ്ടിട്ട്. അയ്യോ ഡിങ്കി തലയെ കെട്ടുന്ന പുഴു കണ്ടിട്ട് ഡിങ്കി പേടിച്ചു. അയ്യോ ഡിങ്കി ഞങ്ങളുടെ താറാവിൻ്റെ പേരാ ഡിങ്കി. ഡിങ്കി ഇങ്ങ് വാടി. എന്നാലും നീ മുട്ടയിട്ടിട്ട് കാക്കയ്ക്ക് കൊടുത്തല്ലോടി. പാവപ്പൻ്റെ മറ്റേ വണ്ടി ഇടിച്ച താറാവ് ഇപ്പം മുട്ടയൊക്കെ ഇടാനായേനെ. ഇത് ചെയ്യാനാ? നോക്കണേ. ഡിങ്കിൻ്റെ ചെടി കൊത്തേ തല്ലു വാങ്ങും. ആകെ 2 ചെടിയുണ്ട്. അങ്ങോട്ട് വാ. ജോഷി പറയണേ ഇപ്രാവശ്യം നല്ലോണം ശ്രദ്ധിച്ച് നോക്കണം എന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യമല്ലേ പൂച്ച എടുത്തിട്ട്. ഇങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുമ്പോൾ ഇത്രയും നോക്കിയില്ല കേട്ടോ. അപ്പുറത്തുനിന്ന് തൂണിൻ്റെ അവിടുന്ന് പൂച്ച ഒറ്റ ഓട്ടം എടുത്തിട്ട് പാവം. എനിക്ക് കരയാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. എന്നിട്ട് അവള് മേളിക്ക് എവിടെയോ കൊണ്ടുവച്ച് 5 മിനിറ്റ് പാതിയെ വന്നാക്കുവാ പൂച്ച. ഇല്ല, രണ്ടാമത് നമ്മൾ പൂച്ചനെ ഓടിച്ചില്ല. നമ്മൾ ഇവരെ കൂട്ടി കയറ്റി പെരക്കകത്ത് വെച്ചില്ലേ, അപ്പോൾ ഇവരെടുത്തില്ല. മക്കൾക്ക് താറാവിനെയാണോ ഇഷ്ടം കോഴീനെയാണോ ഇഷ്ടം? അതെയോ? ഓ അടിപൊളി. അവർക്ക് ഉറുമ്പിനെ ഇഷ്ടം. അവർ ഉറുമ്പിനെ തിന്നുക. അവർക്ക് ഉറുമ്പിനെ ഇഷ്ടോ മോനെ? നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് അവർക്ക് ഉറുമ്പിനെ. സമാധാനമല്ല, അവർക്ക് വയറെന്നറിയും. അവർക്ക് വലിയ വിശപ്പൊന്നും കേട്ടോ. അവരുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുന്നത് കണ്ടില്ല. കഴുത്തിൻ്റെ സൈഡിലല്ലേ അവർ ഭക്ഷണം കഴിക്കുന്ന പോയി. അവിടെ വീർത്തിരിക്കുന്നുണ്ടോ?
ഉറുമ്പിനെ ഓടിച്ചിട്ട് പിടിക്കുക. ആ കോഴി വയർ നിറഞ്ഞാലും തിന്നുകൊണ്ടിരിക്കും മോനെ. അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് കിട്ടുന്നൊക്കെ അവർ തിന്നും. ഇന്നും മഴയൊന്നുമില്ല, നല്ല വെയിലുള്ള അന്തരീക്ഷം. ഓ മഴ വീണ ഇപ്പം മഴ നനഞ്ഞാൽ അവർക്ക് പനി വരുമായിരിക്കും. എനിക്കറിയത്തില്ല മോനെ. അമ്മയ്ക്ക് കോഴിക്കുഞ്ഞിനെ വളർത്തി പരിചയമില്ല. ഓ ഓ ആ തോക്കുണ്ട്. ഞങ്ങൾ പാലൊക്കെ നോക്കി വന്ന് മുറ്റത്തിരിക്കുന്ന. പാല് വന്നില്ല, വരുന്നതേ ഉള്ളൂ. ഇന്നലെ ഇന്നും മഴയൊന്നുമില്ലായിരുന്നു. ഇന്ന് നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ ഉണ്ടല്ലേ. ഇപ്പം സമയം 5:30 എന്നാലും ഉണ്ടോ. വേഗം കൊണ്ട് വെച്ചിട്ടോ. അമ്മ നോക്കും. അയ്യോ, കുഞ്ഞുങ്ങളെ മര്യാദയ്ക്ക് നോക്കണം. അവരെല്ലാം നടക്കട്ടെ മോനോ. ചെരുപ്പ് പിടിച്ചാൽ കയ്യ കാലെല്ലാം അപ്പിയാവും. ഒരു കുഞ്ഞാ റോസ്. അതിനെയാണ് ഇവന്മാർ ഓടിച്ചിട്ട് പിടിക്കുന്നത്. അവള് കൊത്തും മേളക്ക്. അയ്യോ കൊത്തല്ലേ. എങ്ങോട്ടാ നടന്നു പോകുന്നേ? പുറത്തോട്ട് പോകും. എൻ്റെ അമ്മേ ഇപ്പം ഈ മതിരി ചാടി താഴെ എത്തിയാനെ. മാറ ചാടട്ടെ. ആ പറക്ക ചാട് ചാട്. ചാവൊന്നുമില്ല. ചാടറാ ചാടോ. കൊത്തല്ലേ. അവക്ക് പേരൊന്നുമില്ല. പേരിട്ടോ. എന്നാ പേരിടുന്നവക്ക്? അതൊന്നും എനിക്കറിയില്ല. ഇപ്പം വലുതായാലും അറിയാം. പൂവനാന്നോന്ന് കണ്ടിട്ട് നോക്ക്. പോയിന് നോക്ക്, പൂച്ച പിടിക്കും. ഇവിടെ വിടാം. നിലത്ത് വിടാം മോനെ. നിലത്ത് വിട്ട ചുവാനെ പാച്ചൂന്നാ. ഓക്കെ. വേണ്ട, പുതിയതായിട്ട് വന്ന തൂവല. അയ്യോടാ ചാട നോക്കുക. പാവന് പറ്റുന്നില്ല. കാലേ കൂടെ ഇറങ്ങിപ്പോക്കോ. ഇഞ്ചി കാലേ കൂടെ ഇറങ്ങിപ്പോക്കോ. വിടുമുണ്ട്. കായ് ഇടണ്ട. കാലേ കൂടെ പോകുന്നുണ്ടോ? അച്ചോടാ. ഇച്ചിരി കൂടെ താഴോട്ട് നോക്കോ. ചാമിടിക്ക് പോയി. ജോഷു എന്നെ എടുക്കുന്നുണ്ടോ? ജോഷു ചെരുപ്പിട്ട് നടന്നപ്പോൾ ചെരുപ്പിൻ്റെ അടിയിൽ കോഴിയുടെ അപ്പി പറ്റി. എന്നിട്ട് ചെരുപ്പ് കൊണ്ട് കഴുകിയിട്ട് തിരിച്ച് വന്നിട്ട് കാലിൻ്റെ അടി പേപ്പർ വെച്ച് തുടച്ച് അവൻ്റെ ചെരുപ്പ് ഉണ്ടോ അത് തുടച്ച് വൃത്തിയാക്കുക. സോക്സ് വെച്ച് ചെരുപ്പ് തുടയ്ക്കുന്നു. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം എന്നറിയോ? ഇവന് വൃത്തി പ്രശ്നം. മനെ പച്ചക്കോഴി എന്തേ? ബാ ഡിങ്കിക്ക് എന്നാ പ്രശ്നം? ഇങ്ങോട്ട് വാ. എന്നാ മനെ? അതെ. എന്നാണോ? എടാ കോഴീനെ പിടിക്കല്ലേ തുമ്പി. മടിയിലൊന്നും വെക്കണ്ട. അപ്പി ഇടൂര്.